ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ഇതിഹാസ ഗായിക ആശാ ഭോസ്ലേക്ക് വിട നൽകി രാജ്യം. വനിതാ സംവരണ ബില്ലിന്റെ ചർച്ചയ്ക്കായുള്ള പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന നാരീശക്തി വന്ദൻ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ഇറാനിയൻ തുറമുഖങ്ങൾ ഉപരോധിക്കുമെന്ന അമേരിക്കയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള എണ്ണവില ബാരലിന് $100 മുകളിൽ വർദ്ധിച്ചു. ഗാർഹിക LPG വിതരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം 79.63% പോളിംഗ് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. IPL-ൽ ഹൈദരാബാദിനെതിരെ ടോസ് നേടിയ രാജസ്ഥാൻ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഇതിഹാസ ഗായിക ആശാ ഭോസ്ലേക്ക് വിട നൽകി രാജ്യം. മുംബൈയിലെ ശിവാജി പാർക്ക് ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസ് പുഷ്പചക്രം അർപ്പിച്ചു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, ചലച്ചിത്ര പ്രവർത്തകർ എന്നിവരും ആയിരക്കണക്കിന് സംഗീത പ്രേമികളും ആശാ ഭോസ്ലേക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 4 ദിവസത്തെ ഗുജറാത്ത് മഹാരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഗുജറാത്തിലെ രാജ്കോട്ട് എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. ഡോക്ടർമാർ ധാർമ്മികത, കാരുണ്യം, നിസ്വാർത്ഥത തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. ആദ്യ ബാച്ചിലെ 50ഓളം വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ബിരുദ സർട്ടിഫിക്കറ്റ് സമ്മാനിച്ചു. नैतिकता, करुणा और परोपकार की भावना जैसे मानवीय मूल्यों से युक्त चिकित्सक होना उससे भी बड़ी बात है. प्रकृति और परिस्थितियों ने तथा आपकी कुशलता और परिश्रम ने आपको समाज में जो स्थान दिया है उसका सदुपयोग करके आप समाज निर्माण में भी अपनी भूमिका निभा सकते हैं. कुशल और सामाजिक रूप से संवेदनशील चिकित्सक समाज में बड़ा परिवर्तन ला सकते हैं. ഡോക്ടർ BR അംബേദ്കറുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധിനഗറിലെ ലോക് ഭവനിൽ നടക്കുന്ന സാമാജിക് സമരസത മഹോത്സവത്തിൽ നാളെ രാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് ഗാന്ധിനഗറിലെ രാഷ്ട്രീയ രക്ഷാ സർവകലാശാലയുടെ 5ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി സംബന്ധിക്കും. വനിതാ സംവരണ ബിൽ സംബന്ധിച്ച ചർച്ചകൾക്കായി പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. ഇതോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന നാരീശക്തി വന്ദൻ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. രാജ്യത്തുടനീളം കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സ്ത്രീകളെ ശാക്തീകരിക്കാൻ എല്ലാവരും ഒരുമിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് വനിതകൾ രാജ്യത്തിന്റെ വികസന യാത്രയുടെ പതാകവാഹകരായി മാറിയിരിക്കുകയാണെന്ന് ചടങ്ങിൽ സംസാരിച്ച വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പറഞ്ഞു. വനിതാ സംവരണ ബിൽ സംബന്ധിച്ച് സമ്മേളനം നടക്കുന്ന ദിവസങ്ങളിൽ ലോക്സഭയിലും രാജ്യസഭയിലുമുള്ള എല്ലാ അംഗങ്ങളും സഭയിൽ ഹാജരാകണമെന്ന് കോൺഗ്രസ്, ജനതാദൾ യുണൈറ്റഡ്, ലോക് ജനശക്തി പാർട്ടി, രാംവിലാസ് പക്ഷം എന്നിവർ വിപ്പ് നൽകി. പാർലമെന്റ് സമ്മേളനത്തിൽ പാർട്ടി നിലപാടിനെ പിന്തുണയ്ക്കാനും MPമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ BJPയും എല്ലാ പാർലമെന്റ് അംഗങ്ങൾക്കും വിപ്പ് നൽകിയിരുന്നു. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്ന് US സൈന്യം ഇന്നു മുതൽ ഇറാനിയൻ തുറമുഖങ്ങളിലേക്കും ഇറാനിയൻ തീരങ്ങളിലേക്കും പോകുന്ന എല്ലാ കപ്പലുകളും തടയുമെന്ന് റിപ്പോർട്ട്. അതേസമയം ഹോർമുസ് കടലിടുക്ക് വഴി ഇറാൻ ഇതര തുറമുഖങ്ങളിലേക്ക് കടന്നുപോകുന്ന കപ്പലുകൾക്ക് യാത്രാ അനുമതി നൽകും. എന്നാൽ അമേരിക്കയോ സഖ്യകക്ഷികളോ നടത്തുന്ന തെറ്റായ നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിന്മേൽ തങ്ങൾക്കാണ് പൂർണ്ണ നിയന്ത്രണമെന്ന് ഇറാൻ അവകാശപ്പെട്ടു. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തിൽ ബ്രിട്ടീഷ് പങ്കാളിത്തം തള്ളി പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ഇറാനുമായുള്ള സംഘർഷത്തിലേക്ക് ബ്രിട്ടനെ വലിച്ചിഴക്കില്ലെന്ന് കെയർ സ്റ്റാർമർ വ്യക്തമാക്കി. ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതും പുറത്തു കടക്കുന്നതുമായ സമുദ്ര ഗതാഗതം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ ഉപരോധിക്കാൻ തുടങ്ങുമെന്ന US സെൻട്രൽ കമാൻഡിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പരാമർശം. ഹോർമുസ് ഉപരോധത്തിൽ പങ്കെടുക്കാൻ അമേരിക്കയിൽ നിന്നും ഒരു അഭ്യർത്ഥനയും ലഭിച്ചിട്ടില്ലെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും വ്യക്തമാക്കി.
ഇറാനിയൻ തുറമുഖങ്ങൾ ഉപരോധിക്കുമെന്ന അമേരിക്കയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള എണ്ണവില ബാരലിന് $100 മുകളിൽ വർദ്ധിച്ചു. ബ്രന്റ് ക്രൂഡ് ഓയിൽ 8.5% ഉയർന്ന് ബാരലിന് $102.37 അതേസമയം വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് 9% ഉയർന്ന് ബാരലിന് $105.34 ഏഷ്യയിലെ പ്രധാന ഓഹരി സൂചികകളും ഇടിഞ്ഞു. ജപ്പാനിലെ നിക്കി 0.8%, ദക്ഷിണ കൊറിയയുടെ കോസ്പി 1.8% ഇടിഞ്ഞത്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ഈ മാസം 29-നാണ് വോട്ടെടുപ്പ്. ആദ്യഘട്ട വോട്ടെടുപ്പ് 23-ന് നടക്കും. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പും 23-നാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം 79.63% പോളിംഗ് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇതുവരെ ലഭിച്ച തപാൽ വോട്ട് കൂടി ചേർത്തുള്ള കണക്കാണിതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സർവീസ് വോട്ട് വോട്ടെണ്ണൽ സമയത്തെ അറിയാൻ സാധിക്കുമെന്നും അതുകൂടി ചേർക്കുമ്പോൾ അന്തിമ കണക്കിൽ മാറ്റമുണ്ടാകുമെന്നും ശ്രീ കേൽക്കർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തരാഖണ്ഡും ഉത്തർപ്രദേശും സന്ദർശിക്കും. ഇരു സംസ്ഥാനങ്ങളിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഒമാനിലെ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രിയുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. ഇരു രാജ്യങ്ങളുടെയും പരസ്പര വളർച്ചയ്ക്കായി ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ചർച്ച ചെയ്തതായി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ഗാർഹിക LPGയുടെ 100% വിതരണം സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. LPGയുടെ ആഭ്യന്തര വിതരണം സാധാരണ നിലയിലാണെന്നും OTP അടിസ്ഥാനമാക്കിയുള്ള ഗാർഹിക LPG വിതരണം ഉറപ്പാക്കുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ സമ്മേളനത്തിൽ അവർ പറഞ്ഞു. डोमेस्टिक LPG सप्लाई नॉर्मल है. किसी भी डिस्ट्रीब्यूटर पर कोई ड्राई आउट रिपोर्टेड नहीं है. ऑनलाइन बुकिंग लगभग 99% तक पहुंच गई है. इसके अलावा डायवर्जन को रोकने के लिए OTP बेस्ड LPG डिलीवरी की जा रही है. कमर्शियल सप्लाईज के संबंध में 70% तक रेस्टोर की जा चुकी है. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ തുടരുന്ന എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി മുകേഷ് മംഗൾ പറഞ്ഞു. 20,400 മെട്രിക് ടൺ LPGയുമായി 24 നാവികർ ഉൾപ്പെടുന്ന ഇന്ത്യൻ കപ്പൽ ജാഗ് വിക്രം നാളെ കണ്ടില തുറമുഖത്ത് എത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. പശ്ചിമ ബംഗാളിൽ SIR പ്രക്രിയയ്ക്കിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്തതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ഇത്തരം പരാതികൾ കേൾക്കാൻ രൂപീകരിച്ചിട്ടുള്ള നിയുക്ത അപ്പീൽ ട്രൈബ്യൂണലുകളെ സമീപിക്കാൻ ഹർജിക്കാരോട് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് നിർദ്ദേശിച്ചു. കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതിനാൽ ഈ ഘട്ടത്തിലുള്ള ജുഡീഷ്യൽ ഇടപെടൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തടസ്സപ്പെടുത്തുമെന്ന് കോടതി നിരീക്ഷിച്ചു. അതേസമയം കൽക്കട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച 19 ട്രൈബ്യൂണലുകൾ അപ്പീലുകളിൽ വാദം കേൾക്കൽ തുടങ്ങി. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഹൈദരാബാദിലാണ് മത്സരം. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തിയെന്നും അധ്യാപകന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടെന്ന് തെളിഞ്ഞുവെന്നും യുവജന കമ്മീഷൻ ചെയർമാൻ M. ഷാജർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തും. അംബേദ്കർ ജയന്തി ദിനമായ നാളെ കേരള ലോക് ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അധ്യക്ഷനാകും. നാളെ രാവിലെ നിയമസഭാ സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പുഷ്പാർച്ചന നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇതിഹാസ ഗായിക ആശാ ഭോസ്ലേക്ക് വിട നൽകി രാജ്യം. വനിതാ സംവരണ ബില്ലിന്റെ ചർച്ചകൾക്കായുള്ള പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന നാരീശക്തി വന്ദൻ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ഇറാനിയൻ തുറമുഖങ്ങൾ ഉപരോധിക്കുമെന്ന അമേരിക്കയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള എണ്ണവില ബാരലിന് $100 മുകളിൽ വർദ്ധിച്ചു. ഗാർഹിക LPG വിതരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു.
കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം 79.63% പോളിംഗ് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. IPL ഹൈദരാബാദിനെതിരെ ടോസ് നേടിയ രാജസ്ഥാൻ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.